കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട വായനകളിലൂടെയെല്ലാം വളരെ കൃത്യമായ ഒരു സന്ദേശം നമുക്ക് സഭ തരുന്നത് ഈശോ നല്ല ഇടയനാണെന്നും ആ നല്ല ഇടയൻ നമുക്ക് വേണ്ടി ജീവൻ നൽകി നിത്യജീവനിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തി എന്നുള്ളതാണ്. സാധാരണ ഇടയനാണെന്ന് പറയുമ്പോൾ ആടുകളെ മേയ്ക്കുക, ആടുകളെ കൊണ്ട് നടക്കുക, അവയ്ക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇവിടെ യേശു നല്ല ഇടയനാണ് എന്ന് പറഞ്ഞെന്ന് സുവിശേഷം നമ്മൾ കാണുകയാണ്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ നൽകുന്നത് എന്താണെന്ന്, നല്ല ഇടയനായ യേശു നമുക്ക് തരുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യ വായന മുതൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ആദ്യ വായന പൗലോസും ബർണബാസും വചനപ്രഘോഷണത്തിന് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ തിരസ്കരിക്കപ്പെടുകയാണ്. ഇവർ പ്രഘോഷിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവർക്കത് സ്വീകാര്യമല്ല. മാത്രമല്ല, ഒത്തിരി ജനസമൂഹം തിങ്ങിക്കൂടുന്നു. അപ്പം അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടൊക്കെ ഇവരുടെ പ്രഘോഷണം നിത്യജീവനെ കുറിച്ചുള്ള ഈ അപ്പസ്തോലന്മാരുടെ പ്രഭാഷണത്തെ എതിർക്കുകയും അവരവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പൗലോസും ബർണബാസൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം നിങ്ങളോട് വചനം പറയണമെന്നുള്ള ദൈവഹിതം പൂർത്തീകരിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ വിജാതിയരുടെ ഇടയിലേക്ക് ദൈവ വചനത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും പ്രഘോഷിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയിലേക്ക് ഞങ്ങൾ നയിക്കപ്പെടുകയാണ്. അപ്പോൾ നിത്യജീവന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവർക്ക് തിരസ്കരണം ഉണ്ടായി. ഇത് അപ്പസ്തോലന്മാർക്ക് മാത്രമല്ല, ഈ 2000 വർഷങ്ങൾ പിന്നിട്ട് സഭ കടന്നു പോകുമ്പോഴും യഥാർത്ഥ നിത്യജീവന്റെ സുവിശേഷം ആരൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ, എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ, അവിടെയൊക്കെ തിരസ്കരണം ഇന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്നും യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് അസ്വസ്ഥതകളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തിരസ്കരണങ്ങളൊക്കെ അനേകർ അനുഭവിക്കുന്നുണ്ട്. ഈ സുവിശേഷ ജീവിതം ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിത്യജീവന്റെ തണലിൽ, നിത്യതയുടെ തണലിൽ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒറ്റപ്പെടലും ഈ തിരസ്കരണ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും സർവ്വസാധാരണമായിട്ട് മാറും. കൂടെയുള്ളവർ നമ്മൾ മനസ്സിലാക്കണമെന്നില്ല, കൂടെ നടക്കുന്നവർ മനസ്സിലാക്കണമെന്നില്ല. സ്വന്തം ജീവിത പങ്കാളിയോ മക്കളോ പോലും നമ്മൾ അനുഭവിക്കുന്ന ആ ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യജീവന്റെയും തീരുമാനവുമായി ബന്ധപ്പെട്ട ജീവിതക്രമത്തെ മനസ്സിലാക്കാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. അതൊന്നും നമ്മുടെ ആശങ്കയുടെ ആകണ്ട എന്ന് ഇന്നത്തെ ആദ്യവാരം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താ, ഒരുപക്ഷെ നമ്മളിലൂടെ ആരെയാണോ ഈ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് സ്വർഗം കൊണ്ടുചെല്ലാൻ ആഗ്രഹിക്കുന്നത്, അവരിലേക്ക് എത്തിക്കാനുള്ള ദൈവിക പദ്ധതിയായിട്ട് അതിനെ കണ്ടാൽ മതി എന്നാണ് ആദ്യവാരം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാർക്ക് അതിന്റെ പേരിൽ ഭാരമില്ലായിരുന്നു, അസ്വസ്ഥയില്ലായിരുന്നു. യഹൂദര് നിത്യജീവന്റെ വചസ്സുകൾ തിരസ്കരിച്ചപ്പോൾ അപ്പസ്തോലന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ ഭാരമില്ല. കാരണം എന്താ, വിജാതീയരിലേക്കും ലോകം മുഴുവനും ഈ സുവിശേഷം
ഈ നിത്യജീവന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ നിത്യജീവനിലേക്കാണ് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ശക്തമായ നിലപാടാണ് ഈശോ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത നിത്യജീവിതത്തെക്കുറിച്ചുള്ളത്. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ആത്യന്തികമായി വിളിക്കപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും യേശുവിനോടൊപ്പം നിത്യമായി വസിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും തന്നെ. അതെങ്ങനെ ആയിരിക്കണമെന്നാണ് രണ്ടാമത്തെ വായനയിൽ റെവലേഷൻസ്, വെളിപാടിന്റെ പുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവിടെ പറയാണ്, വെള്ളയണിഞ്ഞ് ഒത്തിരി പേരെ കണ്ടു. ആരാണ് ഈ വെള്ളയണിഞ്ഞവർ? ഈ വെള്ള വസ്ത്രം ധരിച്ചവരാരാണ്? അവരെ കുറിച്ച് പറയാണ്, അവർ വളരെയധികം ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. സുഖജീവിതം നയിച്ചവരല്ല, മറിച്ച് ഞെരുക്കത്തിലും അസ്വസ്ഥതകളുടെ നടുവിലും നിത്യജീവന്റെ തീരുമാനത്തോട് നിത്യജീവൻ നഷ്ടപ്പെടുത്താതെ ജീവിച്ചവരാണ്. ഞെരുക്കമുണ്ടായി ഈ ലോകത്തിൻ്റെതായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും പ്രതികൂല അനുഭവങ്ങളും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഈ വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അണിഞ്ഞ് നിത്യതയിൽ കർത്താവിന്റെ മുഖം ദർശിച്ച് അവന്റെ വലതുഭാഗത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോലെ ഈ ലോകത്ത് ജീവിച്ചവരും നമ്മളെപ്പോലെ എല്ലാ മാനുഷിക ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നവരും നമ്മെപ്പോലെ, നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെതായ എല്ലാ ബലഹീനതകളുടെ നടുവിലും ഞെരുക്കങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിലും അവർ നിത്യജീവന് വേണ്ടി അധ്വാനിച്ചവരാണ്. ഈ ലോക ജീവിതത്തെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ചവരല്ല വിശുദ്ധര്. എന്നിട്ട് പറയാണ്, അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവരുടെ വസ്ത്രം കഴുകി വെണ്മയുള്ളവരാക്കി. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എന്ന് പറഞ്ഞാൽ കാൽവരിയിൽ ഈശോ പൂർത്തിയാക്കിയ ആ ബലിയുടെ യോഗ്യതയാൽ തങ്ങളെ തന്നെ, തങ്ങളുടെ ആത്മാവിനെ പൂർണ്ണമായും വിശുദ്ധീകരിച്ചവരാണ്. കഴുകി പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ചവരാണ് ഇവര്. ദൈവസന്നിധിയിൽ വിശുദ്ധരായി കാണപ്പെടുന്നവർ, നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അവരുടെ ജീവിതത്തിന്റെ തീരുമാനമാണ് അവരെ നിത്യജീവനിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിത്യജീവൻ യേശു എന്ന് പറയുന്നത് ഒരുവന്റെ ജീവിതത്തിന്റെ തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിന്റെ തീരുമാനങ്ങളിൽ യേശുവിനെ സ്വീകരിക്കാനും നിത്യജീവൻ സ്വന്തമാക്കാനും യേശുവിനെ തിരസ്കരിക്കാനും നിത്യജീവൻ നഷ്ടപ്പെടുത്താനുള്ള സകല സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കെ ഈ ലോകത്ത് നമ്മെ പോലെ നമുക്ക് മുമ്പേ ജീവിച്ച് വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിന് മങ്ങലേൽക്കാതെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിരന്തരം കഴുകി വിശുദ്ധീകരിച്ച് കർത്താവിന്റെ വലതുഭാഗത്തിരിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്ന വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവർക്ക് പ്രലോഭനങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, ഞെരുക്കമുണ്ടായി, കഷ്ടപ്പാടുണ്ടായി, രോഗമുണ്ടായി, സഹനമുണ്ടായി. അപ്പോഴും നിത്യജീവന്റെ തണലിൽ നിന്നും അവരവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ല. പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെയൊന്നും ഇവർ ചിന്തിച്ചില്ല. നിത്യജീവനിൽ പ്രത്യാശയുണ്ടായിരുന്നു. നിത്യതയുടെ തണലിലാണ് ജീവിതത്തെ ക്രമീകരിച്ചത്. അവിടെ അവർക്ക് ക്ഷമിക്കാൻ പറ്റി, വേദനിപ്പിച്ചവരെ ക്ഷമിക്കാൻ പറ്റി, മുറിപ്പെടുത്തിയവരെ സ്നേഹിക്കാൻ പറ്റി. എല്ലാവരെയും ഈ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു സുവിശേഷത്തിന്റെ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ധൈര്യം ഇവർക്ക് കിട്ടി. അപ്പോ അവർ വചനം പറയുന്നത് പോലെ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ കഴുകി വെണ്മയുള്ളവരാക്കിയവരാണ്. അവർ വലതുഭാഗത്ത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, അവർ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു എന്നാ പറയുന്നത്. അവർ ശുശ്രൂഷകരായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാ പറയുന്നത്. ഇതൊക്കെ ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, എന്നും നിലനിൽക്കുന്ന ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിലനിൽക്കുന്ന ജീവിതത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. നിത്യമായ ജീവിതത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഏതാനും നാൾ ഈ ലോകത്ത് ജീവിച്ച് ഏതാനും ദിവസങ്ങൾ ഈ ലോകത്തിൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹനവും ഒക്കെ അനുഭവിച്ചും ഞെരുക്കങ്ങളുടെ കണ്ണുനീരിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയോ ഒക്കെ ചെയ്യുമ്പോഴും അതിനും ഉപരിയായി നിൽക്കുന്ന ഈശോ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവിതത്തിന്റെ തണലിൽ ഈ ലോക ജീവിതത്തിന്റെ അനുഭവങ്ങളെ സ്വീകരിക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും പറ്റിയാൽ, പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ ഇന്നിന്റെ വേദനകൾ എത്രയോ നിസ്സാരമാണ്.
ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദുഃഖങ്ങളെ, സങ്കീർണമായ പ്രശ്നങ്ങളെ, അതിനെ ലഘൂകരിക്കുന്നത്, വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് നാം തുലനം ചെയ്യുമ്പോൾ ഈ അനുഭവത്തെ, വരാനിരിക്കുന്ന നിത്യജീവന്റെ മഹത്വത്തെക്കുറിച്ച് ഒരാത്മാവ് നിരന്തരം അനുദിന ജീവിതത്തിൽ കടന്നു പോകുന്ന വേദനകളെയും വിഷമങ്ങളെയും തുലനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിസ്സാരമായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങും. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയാണ്, ഞാൻ ആടുകളുടെ ഇടയനാണ്, എൻ്റെ ആടുകൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ പിൻചെല്ലുന്നു, അനുഗമിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോ ഒന്ന്, എൻ്റെ ആടുകളെ എനിക്കറിയാം. നമ്മളെല്ലാവരെയും ദൈവത്തിനറിയാം. നമ്മുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ പോരായ്മകൾ എന്താണെന്നും ബലഹീനതകൾ എന്താണെന്നും നമ്മുടെ നന്മ എന്താണെന്നും കുറവുകൾ എന്താണെന്നും എല്ലാം അറിയുന്നവനാണ് ദൈവം. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ മറ്റാരൊക്കെയാണ് എന്ന് കാട്ടിത്തീർക്കാനുള്ള ഒരു കാപട്യത്തിന്റെ മുഖംമൂടി നമ്മൾ അണിയേണ്ടതില്ല. ദൈവസന്നിധി നിൽക്കുമ്പോൾ എത്രമാത്രം ഈ നിത്യതയുടെ തണലിലാണ് നമ്മൾ ജീവിക്കുന്നത്, എത്രമാത്രം നിത്യജീവന്റെ അവകാശികളാണ് നമ്മൾ ജീവിക്കുന്നത്, എത്രമാത്രം ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ നിറവിലാണ് നാം ജീവിക്കുന്നതെന്ന് കർത്താവിനറിയാം. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ഒറ്റപ്പെടലുകളെ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ സങ്കീർത്തനം 139 അധ്യായത്തിൽ മുഴുവൻ പറയുന്ന പോലെ, ഞാൻ ഇരിക്കുന്നതും ഞാൻ കിടക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ ചലിക്കുന്നതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു. എന്നിട്ട് പറയാണ്, എനിക്ക് അവയുടെ സ്വരം അറിയാം എന്നാ പറഞ്ഞു. അവന്റെ സ്വരം എനിക്ക് അറിയാമെന്ന് ഈശോ പറയുന്നത്. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് നിലവിളിക്കുമ്പോൾ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ദൈവത്തെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ സ്വരം വേറിട്ട് കേൾക്കാൻ പറ്റിയില്ല എങ്കിൽ ആരാണ് കരയുന്നത്, ആരാണ് നിലവിളിക്കുന്നത്, ആരാണ് യാചിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ഓരോരുത്തരുടെയും സ്വരം അറിയാന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി അറിയുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് യേശു നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഇടയന്റെ പ്രത്യേകത അതാണല്ലോ. എന്താണ്? എല്ലാ ആടുകളെ കൃത്യമായിട്ട് അറിയാം. എത്ര എണ്ണം ഉണ്ടെങ്കിൽ ഈ ആടുകളെ അറിയാം, ആടുകൾക്ക് ഇടയനെ അറിയാം. ഞങ്ങള് സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റുമാനൂർ സെമിനാരിൽ, മൈനസ് സെമിനാരിൽ ഉണ്ടായിരുന്ന സമയത്തും റീജൻസ് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ പശുക്കളെ നോക്കാൻ വരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഇവിടെ സിയോൺ കാവല അപ്പുറത്താണ് സഹോദരന്റെ വീട്. നമ്മളതിലെ വർക്കിനും പരിപാടിക്കൊക്കെ പോകുമ്പോൾ തങ്കച്ചേട്ടൻ പുള്ളിയുടെ പേര്, പുള്ളിക്ക് ഈ പശുക്കളെല്ലാം എല്ലാത്തിനും കൃത്യമായ പേരുണ്ട്. പറയും, ഓരോരുത്തരുടെ പേര് വിളിച്ചാണ് ഓരോരുത്തരും അങ്ങോട്ട് പിടിക്കുന്നത്, ഇങ്ങോട്ട് തട്ടുന്നത്, അങ്ങോട്ട് അടിക്കുന്നത്, പിടിക്കുന്നതൊക്കെ. എടി ഇങ്ങോട്ട് വാടി, എടാ അങ്ങോട്ട് പോടാ, എടി ഇങ്ങോട്ട് വാടി, കൃത്യമായിട്ട് എല്ലാത്തിനും അറിയാം. എന്ന് പറയുന്ന പോലെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് യേശു നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ പറയുന്നത്. നമ്മുടെ എല്ലാ അവസ്ഥകളും അറിയുകയും എന്നിട്ടും നമ്മെ സ്നേഹിക്കുകയും സ്നേഹത്തിൽ നമ്മെ പൊതിഞ്ഞു പിടിക്കുകയും സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിച്ച് നിത്യസ്നേഹത്തിന്റെ, നിത്യജീവന്റെ അനുഭവം നമ്മൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ഇടയനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാനവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഇതാണ് ആത്യന്തികമായി ഈശോ നമുക്ക് നൽകിയ വാഗ്ദാനം. യേശുക്രിസ്തുവിലൂടെ സ്വർഗം നമുക്ക് നൽകിയ വാഗ്ദാനം. യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് ലോകം മുഴുവനും വേണ്ടി യേശുക്രിസ്തുവിന്റെ ബലിയുടെ യോഗ്യതയാൽ സകലരും രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്കും നിത്യജീവന്റെ അനുഭവത്തിലേക്കും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ രക്ഷ അനുഭവിക്കാനും നിത്യജീവന്റെ അനുഭവം സ്വന്തമാക്കാനും യേശുക്രിസ്തുവിലൂടെ സാധ്യമാണ് എന്നുകൂടിയാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ രക്ഷ ആർക്കും അപ്രാപ്യമല്ല, സ്വീകരിക്കാൻ പറ്റാത്തതല്ല, സ്വന്തമാക്കാൻ പറ്റാത്തതല്ല. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 17:3 നാം വായിക്കുന്നത്. പിതാവായ ദൈവത്തെയും അവിടെ നിന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ ലോകത്ത് യേശുവിനെ അറിയുകയും യേശുവിൽ വസിക്കാൻ ഒരു ദൈവവൈതൽ തീരുമാനമെടുക്കുകയും തങ്ങളെ തന്നെ യേശുവിന്റെ രക്തത്താൽ കഴുകി
മനസ്സിനെ, ചിന്തകളെ, ഹൃദയത്തെ, വികാരങ്ങളെ, വിചാരങ്ങളെയൊക്കെ ഈശോയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ആ നിത്യജീവന്റെ അനുഭവം പ്രാപിക്കാൻ സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. ആ നിത്യജീവന്റെ അനുഭവമാണ് ഒരു ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടതാക്കി മാറ്റുന്നത്. ഈ അനുഭവവും ഈ പ്രത്യാശയും ഈ വിശ്വാസവുമാണ് ഒരു ക്രിസ്ത്യാനിയെ വേറിട്ടതാക്കി മാറ്റുന്നത്. യേശു ക്രിസ്തുവിലൂടെ എനിക്ക് രക്ഷയുണ്ടെന്നും നിത്യജീവനുണ്ടെന്നും. ഈ അനുഭവത്തിൽ ജീവിക്കാൻ ഒരു ക്രിസ്ത്യാനി തയ്യാറാകുന്നിടത്തും തീരുമാനമെടുക്കുന്നിടത്താണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുക. യഥാർത്ഥ ക്രിസ്ത്യാനികളായി സ്വർഗം സംവിധാനം വിഭാവനം ചെയ്ത ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.